നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഐശ്വര്യ അഖിയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഐശ്വര്യ അഖി എന്ത് പറഞ്ഞു? അമ്മേ അത് അഖി മോളെ, അഖി സമ്മതിച്ചോ? വരാതെ സമ്മതിച്ചോ? അവനെ എന്റെ അടുത്ത് എത്തിക്കാൻ നിനക്കെന്താ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഐഡിയ വർക്കൗട്ടായോ? എന്റെ അഖി എന്റെ അടുത്തേക്ക് വരുമോ? എന്താ മോളെ ഒന്നും പറയത്തെ? അവനെ നീ പറഞ്ഞ് സമ്മതിപ്പിച്ചോ? ഞാനേ പച്ചക്കറി കടയിൽ ബോറടിച്ചിരിക്കുമ്പോ കണ്ട് സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് പെൺപിള്ളേരുടെ ഫോട്ടോ അയച്ചു കിട്ടിയാ നന്നായിരുന്നു. അല്ല ഐശ്വര്യ, അഖി നീ? അതെ, ഞാനാ. അമ്മായിയുടെയും മരുമോളുടെയും ഐഡിയ ചീറ്റിപ്പോയി. ഇനി ഇങ്ങനെ പല തന്ത്രങ്ങളുമായി ആരെയും എൻ്റെ അടുത്തേക്ക് അയക്കരുത്. എന്നാലേ ഇനിയും എൻ്റെ മനസ്സിൽ എവിടെയൊക്കെ അവശേഷിക്കുന്ന അമ്മയെന്ന തുറച്ചു പരിഗണന അതും കൂടി ഇല്ലാതാവും. മറക്കണ്ട. അഖി അത് ഞാൻ ഇനി ഒന്നും പറയണ്ട. നിങ്ങളുടെ ആരുടെ ഈ മാജിക് ഒന്നും ഇനി എൻ്റെ അടുത്ത് വില പോവില്ല. അമ്മ അങ്ങനെ ഉദ്ദേശിച്ചാവില്ല. അപ്പൊ നിന്നെ ഏട്ടനൊന്നും പറയണ്ട. അന്ന് ഫംഗ്ഷൻ അമ്മ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആ ഫോട്ടോസ് കാണിച്ച് ശ്യാമ ഇൻസൾട്ട് ചെയ്തപ്പോ ഏട്ടൻ എന്നാവുന്ന പണയം വെച്ചിരുന്നോ? അന്ന് തകർന്നു നിന്ന ശ്യാമയും ചേർത്ത് പിടിച്ച് ഞാൻ ആ വീടിന്റെ പടി ഇറങ്ങുമ്പോ ഒരു ചെറിയ സാന്ത്വനം, അത് നിങ്ങളുടെ ആരുടെയെങ്കിലും നാവിൽ നിന്നുണ്ടായോ? ഇല്ലല്ലോ. അല്ല, എനിക്കറിയാം എന്റെ ശ്യാമയെ ഒറ്റപ്പെടുത്തുന്ന കാര്യം വരുമ്പോ അവിടെ എല്ലാവരും ഒറ്റക്കെട്ട. ഇനി എന്നും അങ്ങനെ മതി. എനിക്ക് എന്റെ ശ്യാമയും അവൾക്ക് ഞാനും, അത് മതി. ഇനി ഈ കാര്യം പറഞ്ഞ് ആരും എൻ്റെ അടുത്ത് വരരുത്. എടാ അഖി, നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചെല്ലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.